ഹലോ, ഗോഡ് ഈസ് ലവ്. ഞാൻ സ്നേഹാലയം ഷുഹൈബ്. നമസ്കാരം, ഞാൻ ശ്യാം സുന്ദറാണ്, സ്നേഹാലയത്തിൽ നിന്ന്. മിനിഞ്ഞാന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ബസ്സിൽ നിന്ന് KSRTC ബസ് വണ്ടൂരിൻ്റെ 3 കിലോമീറ്റർ മുമ്പ് ഒരു സ്റ്റോപ്പ്. അതിൽ യാത്രക്കാരൻ ഡോറിൻ്റെ അവിടെ വന്ന് ബസ് നിർത്തി തരാൻ പറഞ്ഞു. അയാൾ ബസ് നിർത്തിയില്ല. കണ്ടക്റ്റും അയാളും പാടെ ഒത്ത് വണ്ടൂർ വരെ ബസ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ സ്റ്റോപ്പുണ്ട സ്ഥലമാണ്. എന്തായാലും അവിടെ നിർത്തി കൊടുത്താൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ലോക്കൽ ബസ്സാണ്. ഇപ്പോൾ ആളില്ലാത്തക്ക് പറ്റാളില്ലാത്ത ടൈം വന്നപ്പോൾ പല സ്ഥലത്തും സ്റ്റോപ്പുകളിൽ എല്ലാവരും പറഞ്ഞു കൊടുത്ത് നിർത്തി കൊടുത്തിരുന്നു. പക്ഷെ അയാളെ വണ്ടൂർ വരെ കൊണ്ടുപോയി. ഞാൻ ഒരുപാട് തവണ ഡ്രൈവറോടെ പോയി പറഞ്ഞു നിർത്തി എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരാൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അയാൾ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഒരു കോടതിയിലത്തെ ഒരു മേലുദ്യോഗസ്ഥനാണ്, അല്ല വലിയ ഉദ്യോഗസ്ഥനാണ്. അയാളൊരു ചെറിയൊരു സംസാരം കണ്ടക്ടറോട് നിർത്തി കൊടുക്കുമോ എന്നുള്ള രീതി. എന്നിട്ട് ഞാൻ ഈ ബസ്സിൽ നിന്ന് വിളിച്ച് പറയണ്ടേ, പൊട്ടന്മാരെ, നിങ്ങളിത് ഈ കിടപടി ഉയ്യാക്കില്ല സ്റ്റോപ്പിലൊന്ന് നിർത്തി കൊടുക്കുക. ആരും പ്രതികരിച്ചില്ല. ഒരു കുട്ടി രംഗത്തു നിന്ന് പണ്ടത്തെ കാലം, ഞാൻ 8 കൊല്ലം മുമ്പ് കാണുന്ന ഭാരതവും കേരളവുമല്ല ഇന്ന്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രതികരണശേഷി നഷ്ടപ്പെട്ടു. ആ ബസ്സിലെ ഒരു 5 ആൾ ശ്രമിച്ചാൽ അയാൾ സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഒച്ചിട്ടിട്ടും ബസ് നിർത്താൻ കൂട്ടാക്കിയില്ല. വളരെ ലാഘവത്തോടെ കണ്ട് അവർ വണ്ടൂർ വരെ ബസ് ഓടിച്ചു. അവസാനം വണ്ടൂർ ജംഗ്ഷനിൽ അയാൾ ഇറക്കി കൊടുത്തു. എന്താണ് പ്രതികരണശേഷി നഷ്ടപ്പെടുന്നത്? എന്താണ് യുവതക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റായ സെക്സ്വൽ ബന്ധം. ഇതാണ് സത്യത്തിൽ പ്രതികരണശേഷി എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഭാരത ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും. അതിനെതിരെ ഒരു ചെറിയ സമരം പോലും ഇന്നില്ല. പണ്ട് ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കേരളം, ഇന്ത്യയൊക്കെ സമരഭൂമിയായിരുന്നു. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വൻ സമരങ്ങൾ. എന്നാൽ ഇന്ന് സമരങ്ങളില്ല. ഇന്നിപ്പോൾ ഒരു പാർക്കിൽ കയറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റായ മിഥുനങ്ങൾ അവർ ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മദ്യപിച്ച ഒരാൾ വന്ന് അവിടെ കച്ചറ അലമ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരതിലേക്ക് ഇടപെടില്ല. ഓല കാര്യങ്ങൾ ഓലെ തന്നെ ആരെയും പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടോ അവരിക്കണം. അപ്പം ആണുങ്ങളെ ആണത്വം നഷ്ടപ്പെട്ടു. പെണ്ണുങ്ങൾക്ക് പിന്നെ അതൊരിക്കലും ഒന്നും ഇല്ലാത്തൊരു കോലമായി മാറിയേക്കണം. അവർക്ക് പിന്നെ പണ്ടേ പോലും ഒന്നിക്കും വരലില്ല. ഇപ്പോൾ ഒന്നിക്കും പോകരുത് എന്ന് ആണുങ്ങളോട് പറയും ചെയ്യും. അതിക്കൊന്നും പ്രതികരിക്കാൻ പോകണ്ട, ഇവിടെ ഇരുന്നോളി പറയും. ഇവരാണ് പാർക്കിലൊക്കെ വന്നിരിക്കുന്നത്, ബീച്ചുകളിൽ. അപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടൊക്കെയാണ്. അപ്പോൾ മാതാപിതാക്കൾ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് നമ്മളെ ദാമ്പത്യം തകരുകയാണ് പ്രതികരണശേഷിയേക്കാളും. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ നല്ലപോലെ കെയർ ചെയ്യുക. ഒറ്റയ്ക്കുള്ളൊരു യാത്ര, കിടത്തം, ഇരുത്തം, ഈ സാഹചര്യങ്ങളൊന്നും മാതാപിതാക്കൾ ഒരിക്കലും സൃഷ്ടിക്കരുത്. നമ്മളെ ഇന്ത്യ, കേരളം ഇത് നന്നാവാൻ നല്ല പ്രതികരണശേഷിയുള്ള തലമുറ ഇവിടെ വളർന്നു വരണം. പണ്ടത്തെ മാതിരി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോൾ 2000 നോട്ട് പോണ്, പെട്രോളിന് അടിക്കടി കൂടി. ശരിക്ക് സമരം ചെയ്താൽ അത് പിൻവലിക്കും സർക്കാർ, എല്ലാവരും രംഗത്തിറങ്ങുകയാണെങ്കിൽ.